നോക്കൂ, ഇപ്പൊ സുരക്ഷാ വീഴ്ചയൊക്കെ എവിടെയും സംഭവിച്ചു കൂടായികയൊന്നുമില്ല. പക്ഷെ നോക്കൂ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതിലൊരു പ്രസ്താവന നടത്താൻ പാർലമെന്റിൽ അക്കൗണ്ടബിൾ ആകാൻ ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു ഗൗരവകരമായ പ്രശ്നമല്ല. ഇന്ന് MP-മാർ മുദ്രാവാക്യം വിളിക്കുകയാണ്, PM സദൻമേ ആവോ എന്ന്. പ്രധാനമന്ത്രി സഭയിൽ വരുന്നേ ഇല്ല. നമ്മുടേതൊരു പാർലമെന്ററി ജനാധിപത്യമാണ്. അവിടെ MP-മാർക്ക് പ്രധാനമന്ത്രി സഭയിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കേണ്ടി വരുന്ന അവസ്ഥ, പ്ലക്കാർഡ് പിടിച്ചതിന് സസ്പെൻഷൻ നേരിടേണ്ടി വരുന്ന അവസ്ഥ. നോക്കൂ, ഇത് ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്നുള്ളതാണ് ആത്യന്തികമായ പ്രശ്നം. രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. തീർച്ചയായും ഇപ്പൊ ആദ്യം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, BJP, കോൺഗ്രസ്, CPM ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു നമ്മുടെ മുസ്ലിം സഹോദര സമുദായത്തിൽ നിന്ന് ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരിയോ ഇത് ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുക. അതുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള സത്യമാണ്. അതേപോലെ തന്നെ ഹിന്ദു ഫോബിയയുടെയും പ്രശ്നമുണ്ട്. സനാതനധർമ്മം ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഡെങ്കു, മലേറിയ, ക്യാൻസർ ആണെന്നും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകനും അവിടുത്തെ പ്രമുഖ നേതാവും പറയുമ്പോൾ അദ്ദേഹത്തിന് രാജ്യം മുഴുവൻ പിന്തുണ കിട്ടിയാൽ ഇസ്ലാമോഫോബിയ മാത്രമല്ല ഹിന്ദു ഫോബിയയും ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. എനിക്ക് വളരെ ഇഷ്ടമുള്ള ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഒരു ജനയു ധരിച്ച ബ്രാഹ്മണനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാശ്മീരി പണ്ഡിറ്റുകളുടെ ലൈനേജിൽ വരുന്ന പരമശിവനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നടക്കം ഒരു മറുപടി അതിന് കണ്ടില്ല. ഞാൻ സാധ്വി പ്രാചി എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷക്കാരിയായ വ്യക്തിക്കെതിരെ FIR ഇട്ടതാണ്, മുസ്ലിം മുക്ത ഭാരതം വേണമെന്നുള്ള സ്ലോഗന് വേണ്ടിയിട്ട്. പക്ഷേ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പോലും വാക്കാൽ പോലും പറയാൻ പല ആൾക്കാരും തയ്യാറായില്ല. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ മാത്രമല്ല, അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ പറഞ്ഞതിനോട് യോജിക്കുന്നു, അതിനെതിരെ നമുക്ക് പോരാടണം. അതേപോലെ ഹിന്ദു ഫോബിയയും ഉണ്ട്. ഈ ചെങ്കോൽ എന്ന് പറയുന്നത് 1947 സാക്ഷാൽ മതേതരവാദിയായ പുരോഗമനവാദിയായ ശാസ്ത്രത്തിന്റെ അടിത്തറ ഇന്ത്യയിൽ സാക്ഷാൽ നെഹ്റു തന്നെ സ്വീകരിച്ചല്ലേ. തമിഴ്നാട്ടിലെ ചോള സന്യാസിമാരിൽ നിന്ന് അല്ലെങ്കിൽ ചോള പാരമ്പര്യത്തിൽ നിന്നുള്ള സന്യാസിമാരിൽ നിന്ന് അദ്ദേഹം തന്നെ സ്വീകരിച്ച ചെങ്കോലല്ലേ. അപ്പോ പൊതുവെ വലത് അല്ലെങ്കിൽ സെന്റർ റൈറ്റ് ആണ് പലപ്പോഴും, സെന്റർ ലെഫ്റ്റ് ആണ് പലപ്പോഴും കോൺഗ്രസ്, ലെഫ്റ്റ് ആണ് CPM-ഉം CPI-യും ആം ആദ്മി പാർട്ടിയും എല്ലാം രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ പറയാറുണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ പറയാറുണ്ട്. ഒരു സെന്റർ റൈറ്റ് നിൽക്കുന്ന പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ആ ചെങ്കോലിനെ ആദരിക്കുന്നതിന് എന്താ അവിടെയാണ് ചെങ്കോൽ വേഴ്സസ് ബോഡി ഈ വിഷയത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ബോർഡ് കാനേഴ്സ് വേണം. എനിക്ക് ഉറപ്പുണ്ട്, ശ്രീ അഭിലാഷിന് പോലും ഉറപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ഒരുപക്ഷെ കൂടുതൽ അന്വേഷണമായിരിക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വെയിറ്റ് ചെയ്യുകയായിരിക്കാം. അവിടെയാണ് പ്രതാപ് സിംഹ ഇത് ബോധപൂർവം ചെയ്തു എന്ന് ആരും പറയില്ല. ശരി, പ്രതാപ് സിംഹ ബോധപൂർവം ചെയ്തോ അബോധപൂർവം ചെയ്തോ എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ സാധാരണ നിലയിൽ ഉണ്ടായ ഒരു വീഴ്ച എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ ഒരു കാര്യമാണല്ലോ.